ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരുപാട് സമയം എടുക്കാതെ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല കിടിലനായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നല്ല ഹെൽത്തി ആട്ടോ. നമ്മൾ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന സ്നാക്കാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്കിത് ആ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് പച്ചരി കേട്ടോ. നമ്മൾ ആ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പച്ചരിയില്ലേ, അതെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ നമ്മൾ 1 കപ്പ് പച്ചരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം. 3-4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഇതിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് സോക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. 1-2 മണിക്കൂർ എന്തായാലും അതിനൊന്ന് സോക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. എന്നാൽ മാത്രമായിട്ട് നന്നായിട്ട് ഇത് കുതിർന്ന് കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് റെഡിയായിട്ട് വരട്ടെ. അപ്പോൾ ഇനി നമുക്ക് ഇതിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 3 പീസൊക്കെ എടുക്കുക. ഞാനിപ്പോൾ അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റുന്ന അത്ര മധുരം വേണ്ടാത്തത് കൊണ്ട് തന്നെ 2 പീസാട്ടോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 3 പീസ് വെള്ളം എടുക്കുക. അപ്പോൾ അതൊന്ന് നമ്മൾ ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മെൽറ്റാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുള്ള നമ്മളെ വെള്ളമൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് അതിൻ്റെ ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങ് ചൂടൊന്ന് ആറി വരട്ടെ. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ പച്ചരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ആ പച്ചരി മാത്രം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. പച്ചരി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ആ ഒരു പച്ചരി മാത്രം നമ്മളിത് ആ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് 2 ഏലക്കായ. അതിൻ്റെ കൂടെ തന്നെ നമ്മളിതിലേക്ക് 1 ടീസ്പൂണോളം ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടി നമ്മളിനി ഇതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല. വെള്ളത്തിന് പകരം നമ്മളിനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് തേങ്ങാപ്പാലാട്ടോ. 1/2 കപ്പ് അത്യാവശ്യം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാട്ടോ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ വെള്ളം ചേർക്കാനേ പാടില്ല. വെള്ളം ചേർത്താൽ ഇതിൻ്റെ ടേസ്റ്റ് അത്ര അങ്ങ് കിട്ടില്ല കേട്ടോ. വെള്ളം ചേർത്ത കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ല ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ തേങ്ങാപ്പാൽ തന്നെ ചേർക്കുന്ന കേട്ടോ നല്ലത്. അപ്പോൾ 1/2 കപ്പ് അത്യാവശ്യം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കട്ടെ. നല്ല ഫൈനായിട്ട് തരിതരിപ്പൊന്നും ഇല്ലാത്ത രീതിക്ക് ഇതുപോലെ അരച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, നന്നായിട്ട് മെൽറ്റാക്കി എടുത്തിട്ടുള്ള ആ ഒരു വെള്ളം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളത് മെൽറ്റാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഒരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടതാണ് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം ഗീ ഒഴിച്ചെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഗീയുടെ ടേസ്റ്റൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂണൊക്കെ ഒഴിച്ചെടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഗീ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള നമ്മൾ അണ്ടിപ്പരിപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്ത് ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഇതൊന്ന് വേവിച്ചിട്ടെടുക്കണ്ടേ. അപ്പോൾ അതിനായിട്ടുള്ളൊരു പാത്രം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ലഞ്ച് ബോക്സ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗത്തേക്ക് നമ്മളിതാ ഇതുപോലൊരു ഇല വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഇല വെച്ചെടുക്കുന്നത് അടിയിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കാതെ നിൽക്കാനാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം നെയ്യാക്കി കൊടുത്താലും മതിയേ, ഇല വെക്കുന്നതിന് പകരമായിട്ട്. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത ആ ഒരു മാവിത ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു അണ്ടിപ്പരിപ്പും നെയ്യും ഒക്കെ ഇതിലിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലഞ്ച് ബോക്സിന് പകരം പരന്ന് നമ്മൾ സ്റ്റീലിൻ്റെ പാത്രമൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ വേണമെങ്കിൽ റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ കയ്യിലെ ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്തിന് നമ്മളിതിലേക്ക് ഒരു പിഞ്ച് സാൾട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ നമ്മളെ ഇഡ്ഡലി ചെമ്പ് എടുത്തിട്ടുണ്ട്. അതിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റാക്കിയിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നമ്മൾ ഈ ഒരു ലഞ്ച് ബോക്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കേ. അപ്പോൾ ഒരു 15 മിനിറ്റ് മുതലേക്ക് 20 മിനിറ്റ് വരെ കേട്ടോ ഇതിൻ്റെ ടൈം. 15 മിനിറ്റ് ആയാലും ഒന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് കുക്കായിട്ടുണ്ടോ നോക്കിയിട്ട് ആയിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി അങ്ങ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊന്ന് കൈ വെച്ചിട്ട് തൊട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കുക. ഇതിൻ്റെ ചൂടൊന്ന് ആറിക്കഴിഞ്ഞാൽ നമുക്കിതിന് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം കേട്ടോ ഇതുപോലെ ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു ഇലയൊക്കെ അങ്ങ് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരം ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല കിടിലനായിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആട്ടോ.
അപ്പോൾ ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ. താങ്ക് യു.